അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പൂണ്ടിലുള്ള ടോപ്പ് വ്യൂ ഉണ്ടോ ഗൈസ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു ഗ്രാമം ഉണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഗുണ കേവ് അതുപോലെ പില്ലർ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ ഗൈസ് പോകണം കേട്ടോ. ചായയും കേരള കുടിച്ചിട്ട് പോകുന്ന വെച്ചോട്ടോ. അങ്ങനെ ചായയും കേരള കുടിച്ച് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണ്ടോ. ഫസ്റ്റ് ഞാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ പില്ലർ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഗൈസ് പോകണം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്ത് നമ്മുടെ എന്താ പറയുക പൈൻ വാലിയുടെ അടുത്ത് കൂടി വണ്ടി ഓടിക്കാനുള്ളതൊക്കെ ഓടിച്ച് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണ്ട ഗൈസ്. നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടോ ഗൈസ്. വേറെ ഒന്നുമില്ല, അങ്ങനെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കീറിപ്പോട്ടെ ഗൈസ്. വേറെ ഒന്നും പറയാം, നമ്മുടെ ഒരു ടെക്നീഷ്യൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമുക്ക് നേരെ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നേരെ റൈഡിങ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തോട്ടോ. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് വെച്ചാൽ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ പില്ലർ റോക്കിലോട്ടുണ്ട് ഗൈസ്. ഇതാണ്ട് ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഗൈസ്. ഇവിടെ നിന്നുള്ള അടിപൊളിയാണ് കേട്ടോ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ടാണെങ്കിലും ഗൈസ്. കുറച്ച് നമുക്ക് ലോങ് ആട്ടോ പാർക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. വണ്ടി കാര്യങ്ങളൊക്കെ ഇട്ട് നടന്നു വേണ്ടി വന്നാൽ നമ്മൾ സൺഡേ ആണല്ലോ, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നുണ്ട് നമുക്ക് ഇവിടെയൊക്കെ. നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് എൻട്രി കാര്യങ്ങളൊക്കെ കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് പ്രത്യേക ടിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഗൈസ്. അടിപൊളിയാണ് കേട്ടോ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനത്തെ ഈ ഫൈനലി നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരിട്ട് നമ്മൾ പിന്നെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ഥലമായിട്ട് ഗുണാക്കിയിലോട്ടാണ് പോകണേ കേട്ടോ. നേരെ അങ്ങോട്ടേക്കാണ് പോകണം നമ്മൾ. പക്ഷേ ഇവിടുത്തെ ആ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക, ഇവിടുത്തെ നമ്മൾ മിനിറ്റിന് മിനിറ്റാണ് ഗൈസ് കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി കയറി പോകണം കേട്ടോ. പിന്നെ നമ്മൾ ഫൈനലി നമ്മുടെ ഗുണാക്കേവിലെത്തി കേട്ടോ. ഇതാണ് ഗൈസ് ഗുണാക്കേവ് എൻട്രൻസ് ആണ് കേട്ടോ ഗൈസ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗൈസ്. നമുക്ക് നേരെ ഇത് അടുത്താണ്ടോ ഗൈസ്. ഈ സാധനമൊക്കെ ബിൽഡ് ചെയ്ത് ഈ അടുത്താന്ന് തോന്നുന്നുണ്ടോ ഗൈസ്. ആ ഒരു മൂവിങ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയ പിന്നെ ഈ സാധനമൊക്കെ ബിൽഡ് ചെയ്താൽ കേട്ടോ ഗുണാക്കേവ് എന്നുള്ളത് ഗൈസ്. ഇവരെ കാര്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല പെട്ടെന്നാണ്ടോ കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത്ര നല്ല കോടയും കാര്യങ്ങളും ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു തന്നത്. ഇതെന്താ സൂയിസൈഡ് പോയിന്റ് തന്നോട്ടോ ഗൈസ് പറഞ്ഞു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സൂയിസൈഡ് പോയിട്ട് താട്ടോ ഗൈസ് പറഞ്ഞു കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണോ, നമുക്കിവിടെ പ്രശ്നം കാര്യങ്ങളൊക്കെയാണ്, നമുക്കിവിടെ കയറാനൊന്നും പറ്റുമൊന്നുമില്ല ഗൈസ്. ഇത് ഇവിടെ പ്രദേശത്ത് കാണാമെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ ഹൈലൈറ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ പിന്നെ നെക്സ്റ്റ് ഒരു സ്പോട്ടിലോട്ട്, അതായത് ഇതിന് വേറെ സ്പോട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. താഴത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഫുള്ള് കോടയാണ്. ഇവിടെ വിട്ട നോക്കിയാലും ഫുള്ള് കോടയാണ് കേട്ടോ ഗൈസ്. നല്ല സ്പോട്ടൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവിടെ നിൽക്കാണ്ടാണ് അടിപൊളിയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ആഫ്റ്റർ 3 days നമ്മൾ നേരെ ബാക്ക് ടു കൊച്ചിയാണ് കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ചെയ്യും നമ്മൾ ഫൈനലി നമ്മുടെ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ 3 ദിവസം വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഗൈസ്. ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് വണ്ടി ഓടിക്കുക അടിപൊളിയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല. എന്തായാലും കൊടൈക്കനാലിൽ പൂണ്ടിയൊക്കെ പോകണമെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊട്ട് വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ.